നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്നാലും നീ ഇത്രയും വലിയൊരു ക്രൂരത കാണിച്ചില്ല മീനാക്ഷി. എന്തൊക്കെയായാലും ഞാൻ നിന്റെ അമ്മായിയല്ലേ. എന്റെ മകൻ ഏത് സാഹചര്യത്തിലായാലും നിന്റെ കരുത്തിൽ താലി കെട്ടിയവനല്ലേ. അമ്മായി, എന്നെ പോലീസ് അറസ്റ്റ് ചെയ്യും. എന്റെ മോന്റെ ജോലിയും പോവും. നീ ഇങ്ങനൊരു പ്രതികാരം ചെയ്യുമെന്ന് ഞാനും എന്റെ മോനോ കരുതിയതല്ല. മൈഥിലി എന്നിൽ നിന്ന് അകറ്റിയപ്പോഴും അവളെ നീ സഹായിക്കാൻ ശ്രമിക്കുമ്പോഴും ഞാൻ നിന്നെ വെറുത്തില്ലായിരുന്നു മീനാക്ഷി. വഴക്കെത്ര പറഞ്ഞാലും നീ എന്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ നീ എന്നോട് ഇങ്ങനൊരു റിവഞ്ച് കാണിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഞാൻ അങ്ങനൊന്നും ചെയ്തിട്ടില്ല ACP. അമ്മായിയെ കളിപ്പിക്കാൻ വേണ്ടി അങ്ങനൊരു വീഡിയോ എടുത്തത് ഞാൻ തന്നെയാ. പക്ഷെ ഞാനത് ആർക്കും അയച്ചു കൊടുത്തിട്ടില്ല. ഒരു മീഡിയയ്ക്കും സെൻഡ് ചെയ്തിട്ടില്ല. ഞാൻ പറയുന്ന സത്യമാ. പിന്നെ ആ വീഡിയോ എങ്ങനെ വൈറലായി? എങ്ങനെ DGPയുടെ മുമ്പിലെത്തി? അത് തന്നെയാ ഞാനും ആലോചിക്കുന്നത്. നീ ഏതോ വക്കീലിനെ കാണാൻ പോയതാണെന്ന് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞതാ. നിന്റെ വക്കീൽ ഉപദേശിച്ചതായിരിക്കും ഈ ബുദ്ധി. എന്റെ അമ്മായി, അതൊക്കെ ഞാൻ അമ്മായിയെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. ഞാനൊരു വക്കീലിനെ കണ്ടിട്ടില്ല അമ്മായി. ഷുവർ നീ അത് ചെയ്യൂ. നിന്റെ മൊബൈലായിരുന്നില്ലേ ആ വീഡിയോ? അത് DGPക്ക് അയച്ചു കൊടുക്കുന്നു പല പ്രാവശ്യം നീ എന്നെ ഭീഷണിപ്പെടുത്തിയതാ. എങ്ങനെയാ ദൈവമേ ഞാനത് പ്രൂവ് ചെയ്യാം? അമ്മായി, ACP, ഞാൻ ഈ കാര്യത്തിൽ നിരപരാധിയാ. നിങ്ങളോടൊന്നും ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല. എന്റെ കുഞ്ഞാണ് സത്യം. ഒരു തമാശ എന്ന നിലയ്ക്ക് ഞാൻ ആ വീഡിയോ കൊണ്ടു നടന്നതാ. ഞാനത് ആർക്കും കൊടുത്തിട്ടില്ല. വേണ്ട, നീ കുഞ്ഞിനെ പിടിച്ച കള്ളസത്യം ഒന്നും ചെയ്യണ്ട. കുഞ്ഞിന് വല്ലതും പറ്റും. അമ്മേ, എന്റെ അമ്മയാണ് സത്യം. ഞാനത് ചെയ്തിട്ടില്ല അമ്മ. ഇവരെന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. അമ്മയെങ്കിലും ACPയോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്ക അമ്മ. മീനാക്ഷി അങ്ങനൊന്നും ചെയ്യില്ല മോനെ. നീ അവളെ തെറ്റിദ്ധരിക്കരുത്. പിന്നെങ്ങനെ ഈ വീഡിയോ മീഡിയകളിൽ ഇത്രയും വൈറലായി? ഈ വീഡിയോ എടുത്തത് ഇവളാണെന്ന് പറയുന്നു. പല പല സിറ്റുവേഷൻസിൽ ഇവളിത് എന്റെ അമ്മയെ കാണിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്തു. ഇവളെ ഇത് ചെയ്യൂ. ഞാൻ കരുതിയ പോലെയൊന്നുമല്ല മീനാക്ഷി. ഇവൾ എന്നോട് കാണിക്കുന്നത് പ്രതികാരം തന്നെയാണ്. എന്തായാലും എല്ലാവർക്കും സന്തോഷമായല്ലോ. ഇന്നത്തോടെ എന്റെ ജോലി തെറിക്കും. എന്റെ അമ്മ എന്റെ സബോർഡിനേറ്റ്സ് വന്ന് അറസ്റ്റ് ചെയ്യും. ഇത് കണ്ടിട്ട് എല്ലാരും കൂടെ ചിരിക്കാം. എന്തെങ്കിലും ഇപ്പൊ ചെയ്തേ പറ്റൂ അമ്മ, അല്ലെങ്കിൽ ആകെ പ്രശ്നവും. ഇതൊരു ചെറിയ കാര്യമൊന്നുമല്ല. സ്ത്രീധനം ചോദിച്ചതാ വിഷയം. സാവിത്രിയെ പോലീസ് അറസ്റ്റ് ചെയ്യും. കാർത്തിമോന്റെ ജോലിയും പോവും. മൈഥിലി ഒളിച്ചോടിയ കാര്യം പോലെ ഈ കുറ്റവും മീനാക്ഷിയുടെ ചുമലിൽ വരും. അത്
അത് ശരിയാ. പഴി കേൾക്കേണ്ടത് മീനാക്ഷിയായിരിക്കും. പഴിയുടെ കാര്യം മാത്രമല്ലല്ലോ അമ്മേ, സാവിത്രിയും കാർത്തിയും നമ്മുടെ തന്നെയല്ലേ. അവർക്കൊരാപത്ത് പറ്റിയ നമുക്ക് സഹിക്കാനാവോ? ഞാൻ എന്താ വേണ്ടത് നന്ദിനി? അമ്മയോട് വലിയ സ്നേഹമുള്ള ആളല്ലേ മിനിസ്റ്റർ ദേവരാജൻ സാറ്? കല്ലട ദേവരാജനോ? ആ അതെ. അമ്മ ഒന്ന് വിളിച്ചു പറഞ്ഞ അദ്ദേഹം ഇതിനൊരു പരിഹാരം കണ്ടെത്തി തരും. അമ്മേ, അതല്ലാതെ മറ്റൊരു മാർഗം ഞാൻ ആലോചിച്ചിട്ട് കാണുന്നില്ല. അതുകൊണ്ടാ. ശരി മോളെ, ഞാൻ വിളിക്കാം. രാജലക്ഷ്മി അമ്മയാണല്ലോ. ആ പറയാമേ. ദേവരാജ സാറേ, എന്റെ മകൾ സാവിത്രിയും കൊച്ചുമകൻ കാർത്തിക്കും വല്ലാത്തൊരു കുരുക്കിപ്പെട്ടിരിക്കുക. ഞാനും അത് അറിഞ്ഞമ്മേ. ചെമ്പകമംഗലത്തെ കാര്യമാകുമ്പോ എനിക്കും ഒരു പ്രത്യേക താല്പര്യമുണ്ടാവുമല്ലോ. അങ്ങനെയാ അതറിയാനിട വന്നത്. അമ്മയുടെ മകള് ശ്രീധരൻ ചോദിച്ച സംഭവമല്ലേ? അതെ സർ. അതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുക. അതങ്ങനെ അമ്മ. ഇപ്പോ ഇതുപോലൊരു ന്യൂസ് കിട്ടിയാലേ മീഡിയ അതങ്ങ് ഏറ്റെടുക്കും. പിന്നെ അവരുടെ ഒരു ചാകരയാ. 90% നല്ലതാ, ഒരു 10% ഉപദ്രവവും. എന്റെ മകൾ സാവിത്രിയെ അറസ്റ്റ് ചെയ്യാൻ ഇപ്പൊ പോലീസ് എത്തും. സാർ ഇതിന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഈ കേസിൽ നിന്ന് എന്റെ മോളെയും കൊച്ചുമകനെയും എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം. അമ്മേ, അമ്മയുടെ സങ്കടം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ ഇത് സോഷ്യൽ മീഡിയ മൊത്തത്തിൽ ഏറ്റെടുത്ത കേസാണ്. ഞാൻ ഒരാളിന്റെ മാത്രം മിനിസ്റ്റർ അല്ലല്ലോ, ഈ സംസ്ഥാനത്തിന്റെ മിനിസ്റ്ററാ. എനിക്ക് ഈ കാര്യത്തിൽ ഇടപെടുന്നതിന് ഒരു പരിധിയുണ്ടമ്മേ. ഇതേ സോഷ്യൽ മീഡിയ തന്നെ എന്റെ കസേരയെ തെറിപ്പിച്ചു കളയും. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അമ്മ എന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടാലേ എനിക്കങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. ഞാൻ ഒരു ദിവസം സമയം തരാം. സാവിത്രിയുടെ അറസ്റ്റ് ഇന്നത്തേക്ക് ഒഴിവാക്കാം. പക്ഷേ തന്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടത് സാവിത്രിയുടെ ഉത്തരവാദിത്വമാണ്. അത് ഈ ഒരു ദിവസത്തിനുള്ളിൽ തെളിയിക്കണം. അതിനുള്ള വഴി എന്താണെന്ന് കണ്ടെത്ത്. ഓക്കെ, ശരിയമ്മേ. എന്താ അമ്മേ? ഇന്ന് അറസ്റ്റ് ചെയ്യില്ല, ഒരു ദിവസത്തെ സമയവും തരും. അതിനുള്ളില് സ്വയം നിരപരാധിത്വം തെളിയിക്കണമെന്ന്. നമ്മുടെ മുമ്പിൽ ഒരു ദിവസമുണ്ട്. നമ്മൾ എന്ത് ചെയ്യും മോളെ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.